നമസ്കാരം. CPM-ന്റെ ഉറച്ച കോട്ടയായ ബാലുശ്ശേരിയിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ ഭൂകമ്പം. സിറ്റിംഗ് MLA-യും CPM-ന്റെ യുവതാരവുമായ KM സച്ചിൻ ദേവിനെ നിലംപരിശാക്കി UDF സ്ഥാനാർത്ഥി VT സൂരജ് ഉജ്ജ്വല വിജയം കൈവരിച്ചു. 16,980 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിനാണ് സൂരജ് ബാലുശ്ശേരി പിടിച്ചെടുത്തത്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവിന്റെ പരാജയത്തിന് പിന്നിൽ ആര്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ നീണ്ട നിര വലിയ സ്വാധീനം ചെലുത്തിയെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ച പല നിലപാടുകളും വിവാദമായപ്പോൾ അതിൽ സച്ചിൻ ദേവ് MLA നടത്തിയ ഇടപെടലുകൾ ബാലുശ്ശേരിയിലെ വോട്ടർമാരിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പ്രത്യേകിച്ച് KSRTC ഡ്രൈവർ യദുവുമായി ഉണ്ടായ റോഡ് തർക്കം സച്ചിൻ ദേവിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരുനിഴൽ വീഴ്ത്തി. ഒരു സാധാരണ തൊഴിലാളിയെ അധികാരത്തിന്റെ പിൻബലത്തിൽ നടുറോഡിൽ തടഞ്ഞു നിർത്തുകയും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളിൽ MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായ പക്വതയില്ലാത്ത ഇടപെടലുകളും സഖാക്കൾക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ആര്യ രാജേന്ദ്രന്റെ മേയർ കാലയളവിലെ വിവാദമായ കത്ത് വിവാദം മുതൽ ഭരണപരമായ പാളിച്ചകൾ വരെ ബാലുശ്ശേരിയിൽ പ്രചരണായുധമായി. തലസ്ഥാന നഗരസഭയിൽ 45 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച് BJP-ക്ക് ഭരണചക്രം തിരിക്കാൻ വഴിമരുന്നിട്ടത് ആര്യയുടെ വിവാദങ്ങളാണെന്ന ആക്ഷേപവും ശക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-ക്ക് ദാനമായി നൽകിയ ആര്യയുടെ ഇഫക്റ്റ് ഒടുവിൽ ഭർത്താവിന്റെ സീറ്റും തെറിപ്പിച്ചു എന്നതാണ് വോട്ടെണ്ണൽ ഫലം നൽകുന്ന സൂചന. ധാർഷ്ട്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ ബാലുശ്ശേരിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ മറുപടിയാണിത്. CPM-ന്റെ ഉരുക്കുകോട്ടയായ ഗ്രാമങ്ങളിൽ പോലും വൻ വോട്ട് ചോർച്ചയുണ്ടായപ്പോൾ VT സൂരജ് എന്ന ജനകീയ മുഖത്തെ ബാലുശ്ശേരി ഹൃദയത്തോട് ചേർത്തു. യുവജനങ്ങളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ ആര്യ സച്ചിൻ ദമ്പതികൾക്കെതിരെ രൂപപ്പെട്ട വികാരം UDF തരംഗമായി മാറുകയായിരുന്നു. ഈ വിജയം CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്നുറപ്പാണ്. അപക്വമായ നേതൃത്വവും അഹങ്കാരവും പാർട്ടി എവിടെ എത്തിച്ചു എന്നതിന്റെ തെളിവാണ് ബാലുശ്ശേരിയിലെ ഈ വീഴ്ച. വിവാദങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തെ നേരിടാൻ നോക്കിയവർക്ക് ജനകീയ കോടതി നൽകിയ ശിക്ഷയാണത്. ബാലുശ്ശേരിയിൽ വിരിഞ്ഞ ഈ സൂര്യോദയം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റത്തിന്റെ കാറ്റായി വീശുകയാണ്. അടുത്ത 5 വർഷം സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രനും ആത്മപരിശോധനയുടെ കാലമായിരിക്കും. തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ച പല നിലപാടുകളും വിവാദമായപ്പോൾ അതിൽ സച്ചിൻ ദേവ് MLA നടത്തിയ ഇടപെടലുകൾ ബാലുശ്ശേരിയിലെ വോട്ടർമാരിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിരുന്നു. പ്രത്യേകിച്ച് KSRTC ഡ്രൈവർ യദുവുമായി ഉണ്ടായ റോഡ് തർക്കം സച്ചിൻ ദേവിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരുനിഴൽ വീഴ്ത്തി. ഒരു സാധാരണ തൊഴിലാളിയെ അധികാരത്തിന്റെ പിൻബലത്തിൽ നടുറോഡിൽ തടഞ്ഞു നിർത്തുകയും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളിൽ MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായ പക്വതയില്ലാത്ത ഇടപെടലുകളും സഖാക്കൾക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഡ്രൈവർ യദുവിന്റെ കണ്ണുനീർ കേരളം ഗൗരവത്തോടെയാണ് എടുത്തതെന്നും വോട്ടെണ്ണൽ ഫലം തെളിയിക്കുന്നു. ധാർഷ്ട്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ ബാലുശ്ശേരിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ മറുപടിയാണിത്. CPM-ന്റെ ഉരുക്കുകോട്ടയായ ഗ്രാമങ്ങളിൽ പോലും വൻ വോട്ട് ചോർച്ചയുണ്ടായപ്പോൾ VT സൂരജ് എന്ന ജനകീയ മുഖത്തെ ബാലുശ്ശേരി ഹൃദയത്തോട് ചേർത്തു. യുവജനങ്ങളുടെയും സാധാരണക്കാരുടെ ഇടയിൽ ആര്യ സച്ചിൻ ദമ്പതികൾക്കെതിരെ രൂപപ്പെട്ട വികാരം UDF തരംഗമായി മാറുകയായിരുന്നു. മാത്രമല്ല VT സൂരജിന് അർഹതപ്പെട്ട വിജയം കൂടിയാണ്. ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരന്റെ മകനാണ് VT സൂരജ്. താൻ അധികാരത്തിലേറിയ ആന്ധ്രയിലെ ജനങ്ങളെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുമെന്ന് VT സൂരജ് നൽകിയ ഉറപ്പും ബാലുശ്ശേരി നിവാസികൾ കണക്കിലെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.